ബീഫിൻ്റെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്ത് രമ്പയിലയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ വെച്ചിരിക്കുക. പിന്നുള്ളത് ചിക്കൻ പെരട്ട്, അതും അടുപ്പിൽ കിടന്നത് കുറുകി കുറുകി വരണേ ഉള്ളൂ. ചിക്കൻ കറിയാണ് കേട്ടോ. നമുക്കൊരു കഷ്ണം ദോശ എടുത്ത് പെരട്ടിലങ്ങ് മുക്കിയെടുത്ത് കഴിക്കാം. സൂപ്പറാണ്. പൊറോട്ട ലവേഴ്സിൻ്റെയൊക്കെ പൊറോട്ടയുടെ കൂടെയുള്ള ഫേവറേറ്റ് കോമ്പിനേഷൻ ഇത് തന്നെയായിരിക്കും അല്ലേ? പൊറോട്ടയും ബീഫും മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കടയാണ്. പേരൂർക്കടയിൽ നിന്ന് വഴയില പോകുന്ന റോഡായി കാണുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ശിവാസ് ഹോട്ടൽ. നമുക്ക് കുറേ കാലങ്ങളായി എന്ന് വെച്ചാൽ ഒരു വർഷം 2 വർഷമൊക്കെ ആയിട്ട് സ്ഥിരമായി വരുന്ന ഒരു കമൻറ്റാണ് ശിവാസ് ഹോട്ടലിന് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ മുടങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേച്ചും പോയി. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എന്തായാലും വന്നൊരു വീഡിയോ എടുക്കണം. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. പ്രത്യേകത എന്നാന്ന് വെച്ചാൽ രാവിലെ 7:30 മുതൽ വെജ് സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങും. പക്ഷേ ഒരു 9:30 ആകുമ്പോഴേക്കും നല്ല ചിക്കൻ കറിയും ബീഫും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ അമ്മൂമ്മ തുടങ്ങി, അമ്മ നടത്തി, ഇപ്പം 2 മക്കളും കൂടെ ഏറ്റെടുത്ത് നടത്തുക. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇവിടെ അങ്ങനെ 3 അടുപ്പയിലായിട്ട് ചിക്കൻ പെരട്ട്, ബീഫ് കറി, ചിക്കൻ കറി അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മൂമ്മ നടത്തി, അമ്മ നടത്തി, ഇപ്പം മക്കൾ 2 പേരും കൂടെ ഏറ്റെടുത്തേക്കും അല്ലേ? നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഇപ്പം എത്ര നാളായി? നമ്മളായിട്ട് തുടങ്ങിയത് നമ്മള് സ്കൂൾ കഴിഞ്ഞ ഇത് തന്നെ, സ്കൂൾ സമയത്ത് ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു തുടങ്ങിയെന്ന് പറയാനില്ല, ഇവിടെ തന്നെയാണ് വളർന്നത്. അപ്പോഴേ ഈ പണിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടോ? കണ്ടു വളർന്നുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പാചകമൊക്കെ പഠിച്ചു? എല്ലാം അറിയാം. അമ്മ പറഞ്ഞു പൊറോട്ട അടിക്കും, എല്ലാ പണിയും എല്ലാം ചെയ്യും. അപ്പൊ എത്ര മണിക്ക് അവിടെ തുറക്കണ? രാവിലെ സ്റ്റാർട്ട് ചെയ്യണം, 7:30 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ രാത്രി 10 മണി വരെ? രാത്രി 9:30 10 മണി വരെ. അപ്പൊ ഈ ഉച്ചയ്ക്ക് ഊണുണ്ട്? ഉച്ചയ്ക്ക് ഊണൊക്കെ എത്ര പൈസക്കാ കൊടുക്കുക? ഊണ് 80. പിന്നെ മീനിന്റെ ഓരോ ദിവസം വരുന്ന പോലെയാണ് വിലയനുസരിച്ച്. രാവിലെ ആണെങ്കിൽ രാവിലെ തന്നെ ബീഫും ചിക്കനും ഒക്കെ രാവിലെ ഒരു 9:30 10 മണിയാകുമ്പോൾ നോണെല്ലാം റെഡിയാവും. ബീഫ് ചിക്കനൊക്കെ റെഡിയാവും. അപ്പൊ അത് പൊറോട്ടയാണോ? ചിക്കനും പൊറോട്ട ഉണ്ടാവും, ദോശ ഉണ്ടാവും, രാവിലെ പൂരി, ഇഡ്ഡലി ഉണ്ടാവും, പുട്ടുണ്ടാവും. ഈ നോണെല്ലാം വിളമ്പടവും വാഴയിൽ തന്നെ. അതെന്താ അങ്ങനെ? അതുപോലെ എങ്ങനെയാണോ? അത് തന്നെ ആ പണ്ടത്തെ സ്റ്റൈലിൽ എപ്പോഴേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ രീതിയിൽ തന്നെ പോട്ടെ അല്ലേ? അപ്പൊ ഞായറാഴ്ചയാണ് ഈ കടയിൽ? ഞായറാഴ്ച കടയിലാണ്. അപ്പൊ നിങ്ങളിപ്പോ ചേട്ടനും അനിയനും തന്നെയാണ് നടത്തുന്നത് അല്ലേ? സഹായിക്കാൻ അമ്മയുണ്ടെങ്കിലും ചേട്ടൻ ഞാനും ഉണ്ട്, പിന്നെ മാമയുണ്ട്. എല്ലായിടത്തും ചേർന്ന് നടത്തുന്നതാണ്. അങ്ങനെ വാഴയിലയിൽ നല്ല ചൂട് ദോശ, രസവട. രസം വെച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി, അതാണ് മൊത്തത്തിൽ ഇങ്ങനെ വെള്ളം അധികമായി മാറി നിൽക്കണം. പിന്നെ ചിക്കൻ പെരട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വാഴയിലയിൽ, അത് നല്ല രസമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ചൂടുള്ള ഭക്ഷണം, ഈ കറികളും അങ്ങനത്തെ സാധനമൊക്കെ വാഴയിലയിൽ ഇട്ട് കഴിയുമ്പോൾ ആ വാഴയില ഒന്ന് ചെറുതായി വാടും. അതിൻ്റെ ഒരു സ്വാദും അതൊരു പ്രത്യേക ഒരു വൈബാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, നമ്മൾക്കൊക്കെ ഉണ്ട്. അങ്ങനെ പപ്പടവും വന്നു. പിന്നെ എൻ്റെ എന്നും ഫേവറേറ്റ് ആയിട്ടുള്ള രസവടയും. ശരിക്കും ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഈ അമ്മയും അമ്മൂമ്മയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന അത്തരം ഒരു സ്ഥാപനത്തിന് മക്കളെ ഏറ്റെടുത്ത് നടത്താമെന്ന് പറയുന്നത് ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ ഞാൻ പറയും. ചിലയിടത്ത് ചെല്ലുമ്പോൾ അതോടുകൂടി അതങ്ങ് അവസാനിക്കും, 4 തലമുറയൊക്കെ കഴിഞ്ഞത് അവസാനിക്കും എന്ന് പറയുമ്പോൾ അതും ഒരു വിഷമമാണ്. കാരണം അവർക്ക് അതിനകത്ത് ഭയങ്കര നിപുണന്മാരാണ്. അവരത് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ പലരുടെയും സംബന്ധിച്ചാൽ മക്കളൊക്കെ ഒരു വേറെ കോഴ്സ് അങ്ങനെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് ഇത് ഒരു വൈറ്റ് കോളർ ജോബ് അല്ലാന്ന് തോന്നുന്നുണ്ട്. പലരും അത് ഏറ്റെടുക്കാറില്ല. അപ്പോൾ അതോടുകൂടി പല കടകളും നിന്നുപോകും. ഇവിടുത്തെ 2 മക്കളും എന്തായാലും അവരിവിടെ തന്നെയാണ് വളർന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരുടെ 2 പേരുടെയും തൊഴിലായിട്ട് അവർ തിരഞ്ഞെടുത്തതും ഇത് തന്നെയാണ്. ഇനിയത്തെ തലമുറ വരുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലം. ഒരു പക്ഷേ എനിക്ക് കൊച്ചൊക്കെ ഇച്ചിരി വലുതായിട്ടേ, ഇപ്പോൾ 9ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അതൊക്കെ വലുതായി 10-18 വയസ്സായി. ഇവൻ എവിടെയെങ്കിലും പഠിക്കാനൊക്കെ പോയി അങ്ങനത്തെ ഒരു അവൻ്റെ കാര്യങ്ങൾ അവൻ സ്വന്തമായി നോക്കും. നമ്മൾ പിന്നാലെ നടക്കേണ്ടാത്തൊരു സ്റ്റേജ് വന്നാൽ ഞാൻ ഒരു ഹോട്ടൽ തുടങ്ങും. വലിയ ഹോട്ടലൊന്നുമല്ല, ഇതുമാതിരി ദോശയും ചമ്മന്തിയൊക്കെ കിട്ടുന്ന വാഴ ഇലയിൽ കൊടുക്കുന്ന ഒരു ഹോട്ടൽ എൻ്റെ ഒരു സ്വപ്നമാണ്. കുഞ്ഞ് തട്ടുകടയെങ്കിലും കഴിച്ചു നോക്കാം അല്ലേ? വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ദോശയും ചമ്മന്തിയും രസവടയും ഓംലെറ്റും പപ്പടവും സാമ്പാറും ഇതാണ് ഞാൻ അന്ന് വന്നിട്ട് കഴിച്ചു നോക്കിയ കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാ നമ്മൾ വന്നപ്പം മുതൽ അടുപ്പേ കിടന്ന് വെന്ത് നല്ല വരണ്ട് വന്നു കണ്ട. നമുക്കൊരു കഷ്ണം ദോശ എടുത്ത് പെരട്ടിലങ്ങ് മുക്കിയെടുത്ത് കഴിക്കാം. സൂപ്പറാണ്. ഈ ബീഫിൻ്റെ പല വെറൈറ്റി ഒക്കെ ഇല്ലേ?
അത് ഞാൻ ഇങ്ങനെ നടന്നതില്ല. ഇപ്പോൾ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മലപ്പുറം ജില്ല വിട്ടുപോയിട്ടുണ്ടേ. അത് നമ്മൾ ചെയ്യാത്തതാണ്. പക്ഷെ എന്നാലും ഏകദേശം ഈ നടന്ന യാത്രയിൽ ബീഫിൻ്റെ കുറച്ച് ഒരു പ്രത്യേക സ്വാദ് അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റി ഒക്കെ കണ്ടത് കൊല്ലം ജില്ലയിൽ വന്നപ്പോഴാണ്. അതുപോലെ ചിക്കൻ്റെ പെരട്ട്, തോരൻ, അങ്ങനെയുള്ള നാടൻ കോഴിയായാലും ബ്രോയിലറൊക്കെ ആയാലും അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായിട്ട് കണ്ട സാധനങ്ങൾ തിരുവനന്തപുരത്താണ്. പക്ഷെ മീൻ ഞാൻ ഭയങ്കര ആസ്വദിച്ച് മീൻ കഴിച്ചത്, അല്ലെങ്കിൽ അത് കോഴിക്കോട് പോയ സമയത്ത് രാവിലെ തന്നെ മീനൊക്കെ കിട്ടുന്ന കടകൾ. അപ്പോൾ ഇങ്ങനെ ഓരോ നാട്ടിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്കിതുവരെ അങ്ങനെ അറിയാത്തൊരു സ്ഥലം ഇടുക്കിയാണ്. ഈ വീഡിയോ കാണുന്ന ഇടുക്കിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക്കിയിൽ എന്താണ് സ്പെഷ്യൽ, അല്ലെങ്കിൽ നമുക്ക് വന്നാൽ സാധാരണ നമ്മളെ ഊണ് സാധനങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്, അല്ലാതെ ഓരോ നാടിനും ഓരോന്ന് പറയുമല്ലോ. അപ്പോൾ അതുപോലെ ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ഇടുക്കിക്കാർ, കട്ടപ്പനക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവർ സ്ഥിരമായിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു തന്നാൽ അടുത്തൊരു യാത്ര നമുക്ക് ഇടുക്കിക്ക് വരാറുണ്ട്. കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇടുക്കിയിൽ വന്ന് കുറച്ച് വ്ളോഗ് ചെയ്യണമെന്ന്. പക്ഷേ അതിന് പറ്റിയൊരു സ്പോട്ടൊന്നും ആരും പറഞ്ഞു തരുന്നില്ല, ഒന്നും കിട്ടിയിട്ടുമില്ല. പറഞ്ഞു തരണേ. അപ്പോൾ അതാ പൊറോട്ടയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കാണിക്കണമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് പൊറോട്ട എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നമ്മളെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ ഇതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇച്ചിരി പൊറോട്ടയും സാമ്പാറുമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ. പൊറോട്ട ലവേഴ്സിൻ്റെയൊക്കെ പൊറോട്ടയുടെ കൂടെയുള്ള ഫേവറേറ്റ് കോമ്പിനേഷൻ ഇത് തന്നെയായിരിക്കും അല്ലേ, പൊറോട്ടയും ബീഫും. മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം. ഈ പൊറോട്ടയും ബീഫും എന്ന് പറയുന്ന സാധനം എല്ലാ നാട്ടിലേക്കും ഒരേപോലെ ഉണ്ട് തോന്നുന്നു അല്ലേ. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ മാറുമ്പോഴും ഇതിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല തോന്നുന്നു. എല്ലായിടത്തും ഉണ്ട് പൊറോട്ടയും ബീഫും. അല്ലേ, ഈ മൊരിഞ്ഞ പൊറോട്ട അങ്ങനെ മൊരിഞ്ഞിരിക്കൂലേ, അത് ബീഫ് കറി ആണെങ്കിലും സെറ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ രാവിലെ വന്ന് ഇവിടുത്തെ വെജിറ്റേറിയൻ സാധനങ്ങളെല്ലാം കഴിച്ചു നോക്കി. അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോൺ വെജ് അന്ന് കഴിച്ചിട്ടില്ല, ആ സമയം ആയുമില്ല. അപ്പോൾ ഇന്ന് വന്ന് നോൺ വെജ് അവിടെ കുക്ക് ചെയ്യണത് മുതൽ ഞാൻ അവിടെ നിന്ന് കണ്ട് കഴിച്ചു നോക്കി. അതൊക്കെ കൊള്ളാം, എന്തായാലും നല്ല ഭക്ഷണമാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ, അന്നും ഇന്നും ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഇത്ര തിരക്ക് നോക്കാം. പക്ഷേ ഇതുകൊണ്ടാണ് തിരക്ക്, ഒരുപാട് പൈസയും അല്ല, എന്നാൽ നല്ല സ്വാദുള്ള ഒരു സാധനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വഴി പോകുന്ന ആളുകളൊക്കെ പലപ്പോഴും ഈ കട കണ്ടിട്ടുണ്ട്. റോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കുഴിയിലായിട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് വട്ടം കണ്ടു, പക്ഷെ കയറാൻ തോന്നിയില്ല. എന്തുകൊണ്ടോ തോന്നിയില്ല. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അവസാനിപ്പിക്കുകയാണ്. മഴ ഇങ്ങനെ കനത്തോണ്ടിരിക്കുകയാണ്. ഇവിടെയും മഴയാണ്, എല്ലാ നാട്ടിലേക്കും മഴയാണെന്ന് അറിയാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.